ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഫലൂദയുടെ റെസിപ്പിയുമായിട്ടാണ്. ഫലൂദ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ വളരെ കുറച്ച് ഐറ്റം വെച്ച് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ വളരെ നൈസായിട്ടുള്ള സേമിയ എടുത്തിട്ടുണ്ട്. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ ഫലൂദയിൽ അധികവും സേമിയൊക്കെ കാണാറുണ്ട്. ഇത് വളരെ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ ഞാനിതൊന്ന് തിളച്ച വെള്ളത്തിലിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഒരു 2 മിനിറ്റ് മതിയാവും. ഒരുപാട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് വളരെ തിന്നായിട്ടുള്ള സേമിയാണ്. അപ്പോൾ നമുക്കിതൊരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചതിന് ശേഷം ഒരു അരിപ്പയിലിട്ടൊന്ന് അരിച്ചെടുക്കാം. അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് തണുത്തതിന് ശേഷം മാത്രമാണ് കേട്ടോ നമ്മൾ ഫലൂദയിൽ അത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ആദ്യം തയ്യാറാക്കി വെക്കണം. അപ്പോൾ ഞാനിവിടെ കസ്കസിന് പകരം ചിയ സീഡാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ കസ്കസ് കിട്ടാത്തതുകൊണ്ട് ചിയ സീഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു 30 മിനിറ്റ് നമുക്ക് വെള്ളത്തിലൊന്ന് ഇട്ട് വെക്കണം. ഇങ്ങനെ ഒന്ന് കുതിർത്തി വെക്കണം. അപ്പോൾ ഞാനിതൊരു 30 മിനിറ്റ് കുതിർത്ത് വെച്ചതാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫലൂദ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ലെങ്ത് ഉള്ളൊരു ഗ്ലാസ് വേണം. അപ്പോൾ കാണാനും കുറച്ചൊരു ഭംഗിയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുന്ന ഫലൂദയുടെ അതേ ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ച് റോസ് സിറപ്പ് കൂടി അതിൽ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ റോസ് സിറപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടാവും ഫലൂദക്ക്. അപ്പോൾ ഞാൻ ഈ റോസ് സിറപ്പ് ഈ ഗ്ലാസ്സിന് ചുറ്റും ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫലൂദ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് സേമിയ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഇട്ട് കൊടുത്ത് ഒന്ന് സെറ്റാക്കി എടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് ഞാൻ കുറച്ച് ചിയ സീഡ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഐസ്ക്രീം കൂടി ആഡ് ചെയ്ത് ഒന്ന് സെറ്റാക്കി എടുക്കാം. ഞാനിവിടെ വനിലയുടെയും പിസ്തയുടെയും ഫ്ലേവറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ യൂസ് ചെയ്യാം. അപ്പോൾ ഫലൂദയൊക്കെ ഞാനൊന്നിവിടെ സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിന് മുകളിലായിട്ട് കുറച്ച് റോസ് സിറപ്പ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മുടെ ഫലൂദ കുറച്ച് കളർഫുൾ ആകുകയും ചെയ്യും, അതുപോലെ കുറച്ചുകൂടി ടേസ്റ്റും കിട്ടും. ഇനി നമുക്കിതിന് മുകളിലായിട്ട് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഹോം മെയ്ഡ് ഫലൂദ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഈസി ഫലൂദ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.